നമസ്കാരം. കീടനാശിനി അടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാം, വിഷമോ മായമോ ഇല്ലാതെ. ഇന്ന് ഞങ്ങളുടെ ചെറിയ പച്ചക്കറി തോട്ടം കാണാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന കുക്കുംബർ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്, ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം നട്ടതാണ്. ആദ്യം നട്ടതിൽ നിന്ന് വിത്തെടുത്ത് നട്ടതാണിത്. നന്നായിട്ട് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും കുക്കുംബർ ഇതിൽ ഉണ്ടാകുമെന്ന്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ല, ഒരു സന്തോഷം. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പച്ചക്കറികൾ 5 സെൻറ്റിലെ പച്ചക്കറികളാണ്. ഞാൻ കുറച്ച് നിലത്തും നട്ടിട്ടുണ്ട്, അതുപോലെ ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട്. ഗ്രോ ബാഗിൽ തക്കാളിയൊക്കെയാണ് ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് കൊടുക്കുന്ന വളം, ചെടികൾ നന്നായി വളരാൻ അടിവളം നന്നായി ഇട്ട് കൊടുക്കണം. ഇവിടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ്. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി മണ്ണിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ പിന്നീട് കൂടുതൽ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കീടനാശിനി എന്നാൽ സ്യൂഡോമോണസ്, പുകയില കഷായം, വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം ഇവയൊക്കെയാണ്. രാസ കീടനാശിനി ഉപയോഗിക്കാതെ നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം വേസ്റ്റായി പോകുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം വളമായിട്ട് കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം. പുളിച്ച കഞ്ഞിവെള്ളം, വേപ്പിൻ പിണ്ണാക്ക്, വെളുത്തുള്ളി ഇവ ഉപയോഗിച്ചാണ് കീടനാശിനി ഉപയോഗിക്കുന്നത്. വെള്ളത്തിലേക്ക് 2 പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് ഒരു ദിവസം പുളിപ്പിക്കാനായി വയ്ക്കാം. അതിനുശേഷം 20 ഗ്രാം വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് അരിച്ചെടുക്കണം. 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ലൂസാക്കി എടുക്കണം. പിന്നീട് എന്നിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. മിച്ചം വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് കളയാതെ നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുള്ളൊരു വളമായി. പാവയ്ക്ക, വെണ്ടയ്ക്ക, കുക്കുംബർ, തക്കാളി, പച്ചമുളക് ഇതൊന്നും നമുക്ക് പുറത്തു നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് നോക്കാവുന്ന. അതുപോലെ തന്നെ ഒരു കീടനാശിനിയാണ് പഴത്തൊലി. പഴത്തൊലി ഏത് പഴത്തിൻ്റെയും തൊലി എടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് പാളയും കുടം പഴത്തിൻ്റെ തൊലിയാണ്. അത് ചെറുതായി ഒന്നരിഞ്ഞ് നികക്കെ വെള്ളമൊഴിച്ച് കുറച്ച് ശർക്കര കൂടി ചേർത്ത് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് അരിച്ച് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിന് കൊടുക്കുന്ന വളം, കീടനാശിനിയല്ല. വിനാഗിരിയും വെളുത്തുള്ളിയും ഡിഷ് വാഷും കൂടി സ്പ്രേ ചെയ്താൽ നല്ല ഒരു കീടനാശിനിയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് പച്ചക്കറികൾ നട്ടു തുടങ്ങുക. കൂടുതൽ വിളവ് തരുന്ന മാസങ്ങളാണവ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറികൾ നിലം ഒരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ ഒട്ടനവധി കീടനാശിനികളാണ് അടിക്കുന്നത്.
പേര് പോലും അറിയാത്ത ഒട്ടനവധി കീടനാശിനികൾ അങ്ങനെ അടിക്കാറുണ്ട്. കർഷകർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കീടനാശിനികൾ എന്താണെന്ന് അടിക്കുന്ന കർഷകർക്കറിയില്ല, അത് കഴിക്കുന്ന നമുക്കും അറിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇതിൽ ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകൾ എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? നമുക്ക് ആവശ്യമുള്ള വിറ്റാമിനുകൾ: വിറ്റാമിൻ എ കണ്ണിന്, വിറ്റാമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷേ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികന്മാർ മണ്ണിലൊക്കെ പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശിക്കഥ. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമുക്കുള്ള ആഹാരം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിറ്റാമിനുകൾക്കൊക്കെ ആഹാരം നന്നാവണം. അതിന് വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. നമ്മളെക്കൊണ്ട് സാധിക്കാവുന്നതിൻ്റെ അത്രയും നമ്മൾ ചെയ്യുക. ഒരൊറ്റ ബാൽക്കണി, ഒരൊറ്റ ടെറസ്, അല്ലെങ്കിൽ 1 സെൻറ്റോ 2 സെൻറ്റോ ഭൂമി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം. ഒരു സാധാരണ വീട്ടമ്മയായ ഞാൻ ഇത്രയും സാധിച്ചെടുത്തിട്ടുണ്ട്. ആർക്കും സാധിക്കും. ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലം അതിലുണ്ടാവട്ടെ. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമുക്കുള്ള ആഹാരം. 5000-ഓ 2000-ഓ സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിതു എന്നതിലപ്പുറം ഒരു ചെടി നടാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുക. നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ ഓർക്കുക, എൻഡോസൾഫാൻ, എക്കാലിപ്സ്, ക്ലോറോഡൈൻ, അങ്ങനെ നിരവധി
താങ്ക് യു.